രാവിലെ തന്നെ മീൻ മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പം മീൻ മേടിക്കാൻ ചെന്നപ്പോൾ ആണെങ്കിൽ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഇപ്പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിലിവിടെ ഒരാൾ തന്നെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണം. അവൾ തന്നെ നൃത്തം സംഗീതം എല്ലാം അവളുടെ വക തന്നെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 3-3:30 രാവിലെ പോയിട്ട് ആ സമയത്താട്ടോ ഞങ്ങൾക്ക് പോരാൻ പറ്റിയത്. അപ്പോൾ അവിടെ നിന്ന് മരുന്നൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ പോന്നു. പോയി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അവൾക്ക് ജ്യൂസൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. കുട്ടിക്ക് ജ്യൂസ് കഴിച്ചപ്പോൾ ഒരു തവണ ഛർദി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് പേടിയാണ്. അപ്പോൾ അവളിപ്പോൾ ജ്യൂസൊന്നും പുറത്ത് കടയത്തെ വേണ്ടാന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് സോഡയാണ് ഓർഡർ ചെയ്തത്. 3 ആൾ 3 തരത്തിലെടുത്തു. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ കേട്ടോ കുടിക്കാറ്. ഇവൾക്ക് ചില്ലി സോഡ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏട്ടനൊരു ഓട്ടോ പാർട്സ് കടയിൽ കയറിയിട്ടോ. അപ്പോൾ അവിടുന്ന് ഏട്ടന് ബുള്ളറ്റിൻ്റെ ആ കമ്പി ബാക്കിലുള്ള കമ്പി ഒന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റണമായിരുന്നു. പിന്നെ ഒരു ലൈറ്റ് മാറ്റണമായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ തന്നെ അത് അവിടെ നിന്ന് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു. തിരിച്ച് പോരുമ്പോൾ കണ്ടോ ഭയങ്കര വെയിലായിരുന്നു. ആ 3-3:30 സമയത്തൊക്കെ ഭയങ്കര വെയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം ഇവൾക്ക് ബിരിയാണി വേണം പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ പോയി. അവിടെ ചെന്നപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ സ്റ്റാർട്ടറായിട്ട് കിട്ടുക സൂപ്പാണ്. സൂപ്പിൻ്റെ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ സൂപ്പ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അതൊക്കെ കുടിച്ചു. പിന്നെ ഇവൾക്ക് എരിവാണല്ലോ അപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ മദ്ബൂത്താണ് കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മദ്ബൂത്ത് മേടിച്ചു. അപ്പോൾ പടയാളി തുടങ്ങി അംഗം. അപ്പോൾ അവൾ അമ്പും വില്ലൊക്കെ എടുത്തിട്ട് അവൾ തന്നെ വിളമ്പാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഒരേ വിളമ്പലാണ്. പിന്നെ ലാസ്റ്റ് അവൾ അമ്പും വില്ലൊക്കെ താഴെ വെച്ചു. കാരണം ഞാൻ തന്നെ വിളമ്പി കൊടുക്കേണ്ടി വന്നു. കുട്ടി കുറച്ച് നേരമൊക്കെ വിളമ്പി. പിന്നെ അവൾക്ക് മനസ്സിലായി ഇത് നടക്കണ കാര്യമല്ലാന്ന്. ഇനി ഇതൊക്കെ അവൾ വിളമ്പിയാലും ഞാൻ തന്നെ വാരി കൊടുക്കണം. അവൾക്ക് വാരി കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവൾക്ക് വയ്ക്കണമില്ല. അപ്പോൾ പിന്നെ ഈ വാരി കൊടുക്കണത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തോന്നും കണ്ടില്ലേ അവൾ കാണിക്കുന്നുണ്ടല്ലേ ഓരോരോ ഗോഷ്ടിത്തരങ്ങൾ. അവൾക്ക് വാരി കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഒരു വായ കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത വായ്ക്ക് വേണ്ടി വായ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ വാരി കൊടുത്തു. പിന്നെ അവൾ അവളുടെ പാട്ടിന് വിട്ടു. അപ്പോൾ ഞാനും കഴിക്കാൻ തുടങ്ങി. നമ്മൾ പുറത്ത് പോയിരിക്കുകയല്ലേ, തിരിച്ച് വരണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ അവൾക്ക് കുറച്ച് അങ്ങനെ വാരി കൊടുത്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഏട്ടൻ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.